സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ല സേഫൊക്കെ ആയിരിക്കുമ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ കൊച്ചു പാചകങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും ഇപ്പോൾ അവധിയൊക്കെ ആയ സമയത്തായതുകൊണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ 3-4 വീഡിയോകൾ ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്ത കപ്പ് ബിരിയാണി അദ്ദേഹം ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ വിളിച്ച് നല്ല കമൻറ്റുകൾ പറഞ്ഞു. അതുപോലെ നല്ല മീൻകറി ഉണ്ടാക്കിയതും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല കമൻറ്റുകളൊക്കെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു നല്ലൊരു അയില ഉപയോഗിച്ച് അയില കൊണ്ടുള്ള ഒരു മീൻകറി ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാന്നാണ്. ഒത്തിരി പേരുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തരത്തിൽ. ഇന്ന് നമ്മൾ അയില ഒന്ന് ഫ്രൈ ചെയ്ത് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. നമ്മളിവിടെ എത്തിയിരിക്കുന്ന 5 അയലയാണ്. കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വിഷമൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ഉപ്പുകല്ലും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ചട്ടിയിലിട്ട് ഉരച്ച് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. തക്കാളി നീളത്തിലരിഞ്ഞത് ഇവിടെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് 2-3 അല്ലി ഉണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇവിടെ ചെറിയുള്ളൊരു 5-8 ചുള ചെറിയുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 10-12 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഒരു 7 എണ്ണം ഉണ്ട്. ഉലുവ, ഇത് ഉലുവ പൊടിച്ച് വെച്ചത്, കടുക്, മുളക് പൊടി. നമുക്ക് ഈ അയലയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാട്ടോ. ഒരല്പം നാരങ്ങാ നീര്. അയലക്കൊന്ന് പ്രത്യേകം മയമൊക്കെ വരാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ആ മുളകെല്ലാം അത്തേരൊന്ന് പിടിക്കും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താക്കി എടുത്താൽ മതി. ഒരുപാടൊന്നും ഉണങ്ങി പോകണ്ട, വറക്കണ്ട. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നമ്മളിവിടെ അയല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അല്പം നാരങ്ങാനീരും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ മീൻ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായിക്കോട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഓരോ കഷ്ണം ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് പ്രത്യേക ഒരു ഓർമ്മയോ ഒരു ഉറപ്പും ഒക്കെ മീനുണ്ടാവും. നേരിട്ട് കഷ്ണം ആ ചാറിലേക്ക് ഇടാതെ, അരപ്പിലേക്ക് ഇടാതെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ ഫ്രൈ ചെയ്ത് മീൻ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് മറിച്ചിടാം. ഇപ്പം കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മീനുകൾക്കൊക്കെ ഒരുപാട് മായം കലർന്ന മീനുകളായിരിക്കും. അപ്പം നമുക്കൊരു വീട്ടിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ചെറിയൊരു ടാങ്കൊക്കെ കെട്ടി മീനുകളെയൊക്കെ വളർത്തി നമ്മൾ അത് തന്നെ നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് ഏറ്റവും നല്ലതാണ്. നമുക്കൊന്ന് മറിച്ചിടാം. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചുമന്ന കളറായാൽ മതി. ഒരുപാട് അങ്ങ് ഉണങ്ങി പോകേണ്ട മീൻ. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുളകുകളൊക്കെ വീണ്ടും നമ്മൾ ആ കറികളിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടേക്കുന്നേ. എല്ലാം നമ്മളൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1-2 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പാനിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് മറ്റു മീനുകളൊക്കെ ആക്കി നോക്കാം കേട്ടോ. നെയ്മീൻ, അയക്കൂര അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട്
കറിയാക്കി നോക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന അയിലയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അയില എടുത്തത്. നമുക്കൊന്ന് മാറ്റി വെക്കാം അല്ലേ. നമുക്കിനി ഈ എണ്ണയിലേക്ക് തന്നെ മറ്റ് മസാലകളൊക്കെ ഇട്ട് മൂപ്പിക്കാം. ഇനി ഈ എണ്ണയുടെ ചൊവ്വ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് അത് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം. അപ്പം ഞങ്ങൾ ഇതിനകത്തേക്ക് തന്നെയാണ് മറ്റുള്ള ഇഞ്ചി മുളകുകളൊക്കെ മൂപ്പിക്കുന്നത്. നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഒരല്പം ഉലുവ, ഇത് പൊടിച്ച ഉലുവയല്ല, സാധാ ഉലുവ. നമുക്ക് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി, ഒരല്പം മതി കേട്ടോ. നമ്മൾ പൊടിച്ച ഉലുവ നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരുപാട് ഉലുവയാണെങ്കിൽ അത് ചില കറികൾക്ക് ഒരു കമർപ്പ് മണം വരും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞങ്ങളിവിടെ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ്. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കുമോ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുമോ അതൊക്കെ അതുപോലെയും ചെയ്യാം. ഞങ്ങളിപ്പം അത് നേരിട്ട് തന്നെ അതിനകത്തേക്ക് അരിഞ്ഞ് ചേർക്കുക ചെയ്തത്. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടണം, ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 7 എണ്ണം ഉണ്ട്, അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചെറുത് എരിവ് കുറഞ്ഞ പച്ചമുളകും കൂടിയ പച്ചമുളകും ഒക്കെ എരിവ് കുറഞ്ഞതും കൂടിയത് കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ എണ്ണങ്ങൾ ചേർത്തും കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-12 ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് ഉള്ളി ചേർക്കണം. ഇപ്പം ചെറിയ ഉള്ളി വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും, അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു സവോള, ഒരു അരക്കഷ്ണം സവോള നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരുപാട് ഉള്ളി ചേർത്താൽ കറി കേടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരിക്കേണ്ട കറിയാണെങ്കിൽ നമ്മൾ ഉള്ളിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാത്തതാണ് നല്ലത്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ മീൻ കറിക്ക് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, ഇതിൽ ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഞങ്ങൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അല്ലേ. മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ കാശ്മീരി ഉള്ളിപ്പൊടിയാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ. നല്ലൊരു കളർ കിട്ടും മീൻ കറിക്ക്. അതിൻ്റെ കൂടെ ഒപ്പം സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടേബിൾ സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിനൊക്കെ ഇച്ചിരി എരിവ് വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ നമുക്കൊരു ഉളുമ്പ് മണവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവണം, ഇച്ചിരി പൊടി കൂടുതൽ ചേർക്കണം. പിന്നെ പച്ചമുളക് ഉള്ളത് കൊണ്ട് നമുക്ക് ആ എരിവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര ഇടുന്ന അത്രയും മീനിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കറിവേപ്പില കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും തലമുടി കറക്കാനും ഒരുപാട് നമ്മുടെ ദഹനത്തിനൊക്കെ കറിവേപ്പില ഒത്തിരി നല്ലതാണ്. അപ്പോൾ മീൻ കറിക്ക് പ്രത്യേകിച്ച് കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയായിട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ തക്കാളി ഇതിനകത്ത് നേരിട്ട് ചേർത്തില്ലെങ്കിൽ നമ്മളതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ നേരിട്ട് തന്നെ അരിഞ്ഞ തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്, അലിഞ്ഞങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അതേപടി ചേർത്ത് കൊടുത്തത്. നമുക്ക് അല്പം ഉപ്പും ചേർക്കാം. ഓരോത്തിൽ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനി അല്പം പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയാണ്. നമുക്ക് പുളി നേരിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല, ആ ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് ആ പുളിയുടെ വെള്ളം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഒരുപാട് ചാറ് പോലെ ഇരിക്കേണ്ടവർക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം, പിന്നീട് ചേർത്ത് കൊടുക്കരുത്.
ഇനി 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാണ് എടുത്തേക്കുന്നത്. ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് മീനുകളെ ഇട്ട് കൊടുക്കാം. മൂടി വെക്കാം അല്ലേ? ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചു അല്ലേ? ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങനത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാം. തിളച്ച ശേഷം മീൻ എപ്പോഴും ഇടാവുള്ളൂ കേട്ടോ. പക്ഷെ മീൻ ആ മസാല കൂട്ടി കിടന്ന് തിളയ്ക്കരുത്. ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ അങ്ങനെ പൊടിഞ്ഞു പോയാല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് ചുറ്റിച്ചാൽ മതി കേട്ടോ. ഇത്തിരി ഇളക്കുമ്പോൾ മീൻ ചിലപ്പോൾ അലിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒന്ന് ചുറ്റിച്ച് നല്ല ചാറൊക്കെ നല്ല കുറുകി വരുന്നുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം അല്ലേ? ഒന്ന് നോക്കി. ഉപ്പുണ്ടോ? ഒരല്പം ഉപ്പും കൂടി, ഒരല്പം മതി, അല്ല ലേശം. ഇച്ചിരോടെ ഒന്ന് കുറുകി വന്നോട്ടെ. തക്കാളിയൊക്കെ നന്നായിട്ട് മുകളിൽ കിടപ്പുണ്ട്. നല്ല കളർ, അടിപൊളി കളറാട്ടോ. ചട്ടി വെക്കുന്നതായിട്ട് ഏറ്റവും ടേസ്റ്റ്. മീൻകറി ചട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്നൊക്കെ നമുക്കൊരു കറി വെക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ മീനും മസാലകളെല്ലാം മൂപ്പിച്ച് വെച്ചതാണ്. ചട്ടി തന്നെ വറുത്ത് ചട്ടി തന്നെ എല്ലാം ചേർത്ത് വെക്കുവാണ് ഏറ്റവും നല്ലത്. മീൻകറി ചട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ല രുചി. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് അല്പം നമ്മൾ വറുത്ത് പൊടിച്ച് ചൂലുവ ഇട്ട് കൊടുക്കണം. ലേശം ഇട്ടാൽ മതി കേട്ടോ. ഇത്തിരി ഇട്ടാൽ നമുക്കൊരു കയ്പ്പ് വരും, ഒരു നുള്ള്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പച്ച വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഒന്ന് മുകളിൽ ഇങ്ങനെ ഒന്ന് തൂളി കൊടുത്താൽ മതി. മീൻകറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 7 ബോളിലേക്ക് മാറ്റാം. ഇനി 10-15 മിനിറ്റൊക്കെ മീൻ നന്നായിട്ട് അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ ആ മസാലയൊക്കെ പിടിച്ച് അതിനുശേഷം നമ്മൾ കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഈ സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ആ ചക്കയുടെ കൂടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയല്ലേ അവലി? അടിപൊളിയാ. ഞങ്ങളിന്ന് ചക്ക പുഴുങ്ങിയിട്ടുണ്ട് രാവിലെ. നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് അത് രസം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് നമുക്ക് ചക്കയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ പുഴുങ്ങിയത്. അപ്പോൾ ചക്കയും കൂട്ടി മീൻകറി ഒന്ന് കൊടുക്കാം. ഷിൻസേ വാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ചക്കൊക്കെ ചക്ക എടുത്തൊഴിച്ച് കൊടുക്ക സ്പൂണിൽ. മുകളിലോട്ട് ചെറു ചാറൊക്കെ ഒഴിച്ച് കൊടുക്കുക. തക്കാളിയൊക്കെ എടുത്ത് തക്കാളിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ആദ്യം ശകലം ചക്കയും ഒരു തക്കാളിയുടെ ഒരു ചെറിയൊരു പീസും ഈ ഒരു മീനിൻ്റെ ഒരു ശകലം കഷ്ണം കൂടെ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല മുളകും പിന്നെ അതിൻ്റെ ചൂടുമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കഴിച്ച് നോക്കുവാണ്. എങ്ങനെയുണ്ട് ഷിൻസേ? ടേസ്റ്റ് ഉണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ആണല്ലേ? ഇതിൻ്റെ ഈ തക്കാളി ഇങ്ങനെ ഇട്ടത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇത് മീൻ നന്നായിട്ട് വറുത്തേച്ചിട്ടേക്കുന്നുണ്ട്. അത് നന്നായിട്ട് പൊടിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ സാധാരണഗതി നമ്മൾ ചുമ്മാ വറുക്കാതെയാണ് ഇടുന്നത്. പക്ഷെ നിങ്ങൾ വളരെ സ്പെഷ്യലായിട്ട് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഈ കറിയും പിന്നെ ചക്കയും ഇതൊക്കെ ഈ സമയത്ത് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.
ഒരു സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാവരും വീട്ടിലൊന്ന് ഈ സമയത്തൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യണം. ഇനി ഞങ്ങളുടെ ഈ സംസാരം TV ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ വരും. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.